ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയ്ക്കകത്താണെങ്കിലേ ഞാൻ കുറച്ച് ഇമോഷണലായിരുന്നേ. എന്നെ അറിയുന്ന കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. സ്ട്രോങ് അല്ലേ, സ്ട്രോങ് ആയിട്ടിരിക്കണം, എന്തു പറ്റി, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്ട്രോങ് ആണ്, പക്ഷെ ചില സമയത്ത് ഞാൻ സ്ട്രോങ് അല്ല. ആ സമയത്ത് ഞാൻ കരഞ്ഞിരിക്കും. അതിലാരും ഒന്നും പറയേണ്ട കാര്യമില്ല, വെറുതെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് യാത്ര പോയതിനെക്കുറിച്ച് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിക്കോട്ടെ സബ്ജക്റ്റ് എന്ന് വിചാരിച്ചു. പിന്നെ അതിൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനാണെങ്കിലുണ്ടല്ലോ ഇതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫെബ്രുവരിയിലാണ് പോയത്. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ഒരുപാട് വർക്ക് ലോഡ്, എന്താ പറയുക, ടെൻഷൻ, പിന്നെ ഫാമിലീനെ കാണാത്ത. അപ്പോൾ 3 to 4 ഡേയ്സ് എടുത്തിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് തിരിച്ച് വന്നിട്ട് ജോലിയിൽ കയറുമ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആകും 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും. പക്ഷേ എൻ്റെ മക്കൾ ഓക്കെ ആവില്ല. അതുകൊണ്ട് ഞാൻ എന്താക്കി, അന്ന് പിന്നെ എവിടെയെങ്കിലും യാത്ര പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറേ പേരെന്നെ സപ്പോർട്ട് ചെയ്തു. എന്നെ ശരിക്കും അറിയാവുന്നവരെന്നെ സപ്പോർട്ട് ചെയ്തു. നീ ഒരു ബ്രേക്ക് എടുക്കണം, പോകണമെന്ന് പറഞ്ഞു. കുറച്ച് പേരെൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ കയ്യും കാലും വെട്ടി കുഴിച്ചിടും, നീ ഒറ്റയ്ക്ക് പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അസർബൈജാൻ ചൂസ് ചെയ്തു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു സ്നോ ഉള്ള ഒരു സ്ഥലത്ത് പോകണമെന്ന്. എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ നഴ്സിംഗ് പഠിച്ചവരൊക്കെ എന്താ പറയുക, ഓരോരോ രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ മഞ്ഞ് പിടിക്കുന്നു, വലിച്ചെറിയുന്നു. അതൊക്കെ കാണുമ്പോൾ എനിക്കും ആഗ്രഹം തോന്നി. അപ്പോൾ എനിക്കെന്തായാലും അങ്ങനെ പോകാനുള്ളൊരു വകുപ്പ് ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ടൂറ് പോകാം, 4 ദിവസം മഞ്ഞെടുത്ത് വലിച്ചെറിയാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അസർബൈജാൻ ചൂസ് ചെയ്തു. അങ്ങനെ ഒറ്റയ്ക്കാണ് കേട്ടോ വിസ അപ്ലൈ ചെയ്തത്. അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞു ട്രാവൽ ഏജൻസീനെ ഓട് പറഞ്ഞാൽ മതി, എല്ലാം ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ ആ ഒരു കോസ്റ്റ് ആലോചിച്ചപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന്. അപ്പോൾ അവരുടെ തന്നെ ഒഫീഷ്യൽ സൈറ്റിൽ ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 6 ഡേയ്സിനുള്ളിൽ വിസ കിട്ടി. വിസ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ടിക്കറ്റ് എടുത്തു. അപ്പം ആദ്യം ഞാൻ ബഡ്ജറ്റ് നോക്കിയിട്ട് ഞാൻ ഷാർജയിലാണ് നിൽക്കുന്നതെങ്കിലും അബുദാബിയിൽ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഇവിടുന്ന് അവിടം വരെ പോകുന്ന ഒരു റിസ്ക് കണക്കിലെടുത്തുകൊണ്ട് ഇവിടുന്ന് തന്നെ ഞാൻ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഷാർജ ടു ബാക്കു ടിക്കറ്റ് ബുക്ക് ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാൻ അതിന് മുന്നേ ഹോട്ടൽ ബുക്ക് ചെയ്തു. എന്ന് വെച്ചാൽ ഞാൻ വിസ അപ്ലൈ ചെയ്ത ആ സമയത്താണെന്ന് തോന്നുന്നു ഹോട്ടൽ ബുക്ക് ചെയ്തത്. ഞാൻ booking.com വഴിയാണ് ചെയ്തത്. പാക്കേജ് ഞാൻ എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ പാക്കേജ് എടുക്കുമ്പോൾ നമ്മൾ ആരുടെയെങ്കിലും കൂട്ടത്തിൽ പോകുന്ന പോലത്തെ ഒരു ഫീൽ വരില്ലേ. എനിക്ക് ഒറ്റയ്ക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പാക്കേജിനോട്ട് കുറേ പേരൊക്കെ സജസ്റ്റ് ചെയ്തെങ്കിലും ഞാൻ അങ്ങോട്ട് ആ വഴിക്ക് ഞാൻ ചിന്തിച്ചില്ല. ഒരാവേശത്തിന് ഞാൻ ഒറ്റയ്ക്ക് യാത്ര പോകാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയെങ്കിലും എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിലേക്ക് കയറാനൊക്കെ പോകുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. എൻ്റെ ഫേസ് ഇരിക്കുന്നുണ്ടോ, എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരിക. എന്താ പറയുക, ഫ്ലൈറ്റിൽ ഈ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം വരുന്നുണ്ട്. ആരോടും പറയാനുമില്ല, ആരും കൂട്ടാൻ വരുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഷട്ടിൽ സർവീസ് തരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു അപ്പച്ചൻ എന്നെ കൂട്ടാൻ വന്നു. എൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ അപ്പച്ചൻ്റെ കൂട്ടത്തിൽ ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആയി കേട്ടോ. ആ ഒരു ചിരിയാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. ഇതാണ് ഞാൻ ബുക്ക് ചെയ്ത റൂം. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ചെറിയൊരു റൂം. ഇതിന് ഞാൻ 435 AED ആണ് കേട്ടോ. 3 രാത്രിയും 4 പകലിനും വേണ്ടിയിട്ട് പേ ചെയ്തത്. പക്ഷെ നല്ല സേഫായിരുന്നു, ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ ഇതേപോലെ സ്ട്രീറ്റിലോട്ട് ഇറങ്ങി. അവരോട് ഞാൻ ജസ്റ്റ് ചോദിച്ചു ഏത് വഴിക്ക് പോയാലാണ് കുറേ റെസ്റ്റോറൻറ്റും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവർ ആ ഹോട്ടലിലുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു, അവൾ എനിക്ക് കാണിച്ചു തന്നു അങ്ങോട്ട് നിന്ന്. അവർക്കൊന്നും നന്നായിട്ടൊന്നും ഇംഗ്ലീഷൊന്നും സംസാരിക്കില്ല കേട്ടോ. അവർ അസർബൈജാനി എന്ന് പറഞ്ഞ ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. പിന്നെ കൂടുതലും അവിടെ റഷ്യൻസ് ആണ് കേട്ടോ. റഷ്യൻ കോളനിയൊക്കെ ഉണ്ട്, റഷ്യൻസാണ് അവിടെ അധികമായിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒരു സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. നല്ല രസമായിരുന്നു, തണുപ്പും എനിക്കറിയാത്ത സ്ഥലവും, എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. മുഖമൊക്കെ ഇരിക്കുന്നുണ്ടോ, ശരിക്കും -2 എങ്ങാണ്ടായിരുന്നു ഞാൻ ചെന്നപ്പം.
അവിടുത്തെ ടെമ്പറേച്ചർ. അതിൻ്റെ ഒരു ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ആദ്യം ഞാനൊരു ചായ ഓർഡർ ചെയ്തു. അതാണ് ഇരിക്കുന്നത്. എന്താ പറയുക, അവിടുത്തെ ഫുഡുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓരോ ടൈപ്പിലുള്ള കബാബും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പിറ്റേ ദിവസം മുതൽ ഓരോ ടൂർ പാക്കേജൊക്കെ എടുത്തു. ലുക്ക് എന്ന് പറയുന്ന ഒരു ആപ്പിൽ നോക്കിയിട്ടാണ് ഞാൻ ആ ടൂറൊക്കെ ഒറ്റ തവണ ബുക്ക് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കോണ്ടാക്ട്സ് കിട്ടി അവരുടെ. അപ്പോൾ നമ്മൾ ആപ്പിൽ ബുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കത്തിയായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ ഷെഹദാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അവിടുന്ന് ഞാൻ കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. അവിടെ ആ പോയ കൂട്ടത്തിലും അവിടെയൊക്കെ അപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ കൂട്ടത്തിൽ കോഫിയൊക്കെ കുടിച്ച് നല്ല കമ്പനിയായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം അതേപോലെ തന്നെ വേറെ വേറെ ടൂർ പാക്കേജ് ഞാൻ ആ ഒരു ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അവർക്ക് നമുക്ക് ആപ്പ് വഴി ബുക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ പൈസ കുറവായിരിക്കും നമ്മൾ ഡയറക്റ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഇതേപോലെ ഒരു നൈറ്റ് പാക്കേജ് അവർ ഫ്രീ ആയിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവരുടെ കൂട്ടത്തിൽ പോയി. ഈ പിന്നെന്താ പറയുക, ബാക്കു നൈറ്റ് ടൂർ സിറ്റിയിൽ ഇതേപോലെ കിട്ടി. ഇങ്ങനെ എല്ലാം കാണാൻ പറ്റി. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. തന്നെ പോകുന്നു, കുറേ ആൾക്കാരെ പരിചയപ്പെടുന്നു, ആരെയും അറിയില്ല, ഇനി കാണുമോയെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ. അതിൻ്റെ കൂട്ടത്തിൽ മലയാളീസ് ഉണ്ടായിരുന്നു, ബംഗ്ലാദേശികളുണ്ടായിരുന്നു, പിന്നെന്താ ഹൈദരാബാദി ഉണ്ടായിരുന്നു. ചിലരെയൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ ഇപ്പോഴും പരിചയമുണ്ട് കേട്ടോ. ചിലരൊക്കെ മെസ്സേജ് അയക്കും, ഇനിയും ടൂറ് പോകണമെന്ന് പറയും, അങ്ങനെയൊക്കെ. ഇതൊക്കെ ഞാൻ ഷെഹദാഗ് പോയപ്പം ആ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കൂട്ടത്തിൽ ഞങ്ങൾ 2 പേരുമാണ് കേട്ടോ ഇങ്ങനെ ഈ കേബിൾ കാർ വഴി പോയത്. ഞാൻ ഒറ്റയ്ക്കെങ്ങാനും പോയിരുന്നെങ്കിൽ ഞാൻ പേടിച്ച് ചത്തേനെ. പക്ഷെ അവളും കൂടെ ഉള്ളതുകൊണ്ട് ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഒടുക്കത്തെ തണുപ്പും സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് എന്താ പറയുക, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഞാൻ യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടല്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എപ്പോഴും യാത്ര ചെയ്യുന്നത്. പക്ഷേ ഒരു ടൂറായിട്ട് ഞാൻ ഒരു സ്ഥലം കാണാൻ പോകുന്നത് ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ്. പക്ഷെ ഇത് എന്താ പറയുക, ഒരു ലഹരിയായി മാറുമെന്ന് പറയുന്നത് സത്യമാണ്. ഇനി എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഒറ്റയ്ക്ക് പോകണമെന്ന് എനിക്കുണ്ട്. ഇൻഷാ അല്ലാ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ്. ഇപ്പോൾ ഈ ഷെഹദാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് റോളർ കോസ്റ്റർ റൈഡ് ചെയ്ത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഇതിൽ ഫാസ്റ്റ് ട്രാക്കും ഉണ്ട്, സ്ലോയും ഉണ്ട്. പക്ഷേ ഫാസ്റ്റ് ട്രാക്കിൽ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വീണു. ഞാൻ എൻ്റെ പാർട്സായിട്ട് ഞാൻ വീണ് കിടക്കുന്നതൊക്കെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഈ പോകുമ്പോൾ അയ്യോ എന്തെങ്കിലും പറ്റുമോ, തണുപ്പാണല്ലോ എന്നൊക്കെ. എന്നുവെച്ചാൽ അങ്ങോട്ടേക്ക് കയറിയപ്പം ആംബുലൻസും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടേക്കുന്നതും കണ്ടു കേട്ടോ ഞാൻ. എന്നിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നാലും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ ഈ സംഭവത്തിലൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഇനി ഞാൻ കഴിച്ച കുറച്ച് ഫുഡുകളൊക്കെ കാണിക്കാം കേട്ടോ. ഇതൊക്കെയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ. ഇനി എന്താ പറയുക, 2 ദിവസമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരിക്കും മടുത്തു കേട്ടോ. പിന്നെ ഈ ഒരു യാത്ര പോയതിന് എനിക്ക് ഏകദേശം ഒരു 3000 ദിർഹംസിൻ്റെ അടുത്ത് ചിലവുണ്ട്. എന്നോട് എല്ലാവരും എക്സ്പെൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണേ. ആരണ്ട് പറഞ്ഞ പോലെ മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ലോൺ എടുത്ത് ടൂറ് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും മനസ്സമാധാനം ഉള്ളതും കൂടെ പോയി എന്ന് പറഞ്ഞ അവസ്ഥയാണ് എൻ്റെത് കേട്ടോ. എന്തായാലും എന്താ പറയുക, ആരെങ്കിലുമൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോയിട്ട് വരിക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് അടിച്ച് പൊളിച്ചിട്ട് വരിക. ഓക്കെ, അപ്പോൾ ശരി, എല്ലാവരെയും പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുക. ഓക്കെ, ശരി, ബൈ.